രാഹുൽ ഗാന്ധി ആ സത്യപ്രതിജ്ഞാ വേദിയിൽ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് കൈ ഉയർത്തുന്നതിനെ ചില മാധ്യമങ്ങൾ ശിവനും ശക്തിയും ചേർന്നാൽ മാസ്ഡ എന്നൊക്കെയുള്ള വലിയ വാചകങ്ങളൊക്കെ വിജയുടെ തന്നെ, അതായത് വിജയുടെ തന്നെ ഒരു സിനിമയിലെ മോഹൻലാലുമായി ചേർന്ന ഒരു സിനിമയിലെ അതെ ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിലെ ആ വരിയൊക്കെ ചേർത്ത് വെച്ചാണ് ഈ സാഹചര്യത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടത് എസ്കേൻ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെയൊക്കെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോഴും നരേന്ദ്രമോദി ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. പക്ഷെ അതിനേക്കാൾ അപ്പുറം തമിഴ്നാട്ടിലെ ഒരു മുന്നണിയായി മത്സരിച്ച ആ മുന്നണിക്ക് നേതൃത്വം നൽകിയ DMK, പ്രത്യേകിച്ച് MK സ്റ്റാലിൻ, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ അതിവൈകാരികമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ DMK സഖ്യത്തിനൊപ്പം പിന്തുണ കൊടുത്തു നിന്ന എല്ലാ പാർട്ടികളും, അത് ലെഫ്റ്റ് ആയിക്കോട്ടെ, എല്ലാ പാർട്ടികളും TVKക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ, പിന്തുണ കൊടുക്കുമ്പോൾ അത് DMKയുടെ കൂടി ആവശ്യമായിരുന്നു എന്നുള്ളത് വേണം നമ്മൾ സ്റ്റാലിന്റെ ആ പ്രതികരണം കാണുമ്പോൾ കാണാൻ. കാരണം ഗവർണർ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും നിലയിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം അവിടെ വീണ്ടും ഉണ്ടാകുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതിനെ ചെറുക്കേണ്ടത് ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ കൂടിയാണ് ഈ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു നിന്ന പാർട്ടികൾ TVKക്ക് പിന്തുണ നൽകുന്നത്. പക്ഷെ അപ്പോഴും അവിടെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം നമ്മൾ കാണേണ്ടതാണ്. അത് സ്റ്റാലിൻ തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. ഒരു വാക്കുമിണ്ടാതെ, ഒരാലോചന നടത്താതെ TVKക്ക് പിന്തുണ കൊടുക്കുന്നു എന്നത് മാത്രമല്ല, ഈ സവിശേഷ സാഹചര്യത്തിൽ കിട്ടാവുന്ന നിലയിൽ ആകെ 5 പേരാണുള്ളത്. അതിൽ തന്നെ കഴിയുന്ന നിലയിൽ അത്രയും ഏതൊക്കെ നിലയിൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരാമോ അതൊക്കെയും നേടാനുള്ള ശ്രമം അവിടെ നടത്തുന്നു എന്നതുകൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസിന്റെ നിലപാടിനെ കൂടി വിമർശിക്കേണ്ടതുണ്ട്. അതിനുശേഷം രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ആ വേദിയിൽ വരികയും അതിനെ ശിവനും ശക്തിയും ചേർന്നാൽ മാസ് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നതിനോട് കൂടിയുള്ള വിയോജിപ്പ് കൂടി രേഖപ്പെടുത്തുന്നു. ആ നിലയിലുള്ള ഇടപെടൽ അവിടെ നടത്തിയിട്ടില്ല കോൺഗ്രസ് എന്നുള്ളതാണ്.